സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മര ശരനിലയം ശൃണു മമ ഹൃദയം സ്മര ശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം അധരം മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം മൗനാചരണം ചരണം മദീനി സുമുഖി അണയു സഖിനി കുവലയ നയനേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സനി ദദ സാദമഗ പാപ പഗ പദ സ സരി സനി പദ സ ദസരി മരിദനി ദദ സാദമഗ പാപ ദഗ പദ സ സരി സനി പദ സ ദസരി ഗഗ രി മഗരി സദ സരി സനി ദ പദ സരി സരി രി രി സദ നിദ പഗ പദ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മര ശരനിലയം ശൃണു മമ ഹൃദയം സ്മര ശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സൂപ്പർ യെസ് സൂപ്പർ. പിന്നെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത്, പക്ഷെ ലാസ്റ്റ് ടൈം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ മാറ്റിയോ? അടുത്ത പാട്ടിൽ പിടിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സർ. യെസ് സർ, നന്നായിരുന്നു മോനെ. നല്ല ഫീൽ ഉണ്ടായിരുന്നു.
രസമായിരുന്നു, കേൾക്കാനൊക്കെ രസമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഗഭാവം അത് കുറച്ചുകൂടെ ഒന്ന് ബലപ്പിക്കണം കേട്ടോ. അപ്പം അതായത് സാമജ സഞ്ചാരിണി ഒന്ന് പാടിക്കേ. സാമജ സഞ്ചാരിണി ജാരിണി സഞ്ചാരിണി സരസി അതിന്റെ ആ ഗമകം. സരസീരുഹ മധുവാ മധുവാ മധുവാദിനി. അടുത്തത് സാമജ 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 സഞ്ചാരിണി ജാരിണി സഞ്ചാരിണി സരസി സരസി സരസീരുഹ മധുവാദിനി. ഓക്കെ. ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം ഒരു ഇത് ഹൃദയം സ്മരശര സ്മരസദ സ്മരശരനിലയം നിലയം നിലയം സാമജ സഞ്ചാരി സാമജ സഞ്ചാരിണി. അതാണ്. പിന്നെ അധരം അധരം മധുരം അധരം മധുരം ഇത് വരണം കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഇതിനകത്ത് സ്വരത്തില് ആദ്യ സെക്കൻഡ് ഫ്രൈസ് ഒന്ന് പാടിക്കാം. ആദ്യം പാടിക്കുള്ളൂ. ദസനി ദസനി ദദ സാദമ. പായാണോ സായാണോ? പാന്നാണ് തുടങ്ങുന്നത്. എനിക്ക് തോന്നിയത് ഏതാ പാടിയത്? സാധന പറഞ്ഞ പക്ഷെ പാന്നെടുത്ത് പാടി. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് അവിടെ എന്തോ ഒരു എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് വന്നത്. പിന്നെ ശ്രുതി ലാസ്റ്റ് പല്ലവിൽ ഒരു ശക്കലും കൂടെ ചേരാനുണ്ട്. അതർവൈസ് നല്ല സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷാനിക്ക. യെസ് സർ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. മെയിനായിട്ട് എനിക്ക് ശ്രുതി ആണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവി വന്നപ്പോൾ അത് ഒന്ന് എടുത്ത് പുറത്തേക്ക് വന്നു. കുറേ ഭാഗങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ യഷിൻ്റെ ഒരു യൂഷ്വൽ സെൽഫ് ഉണ്ടല്ലോ, അത് എന്തോ ഒരു മിസ്സിങ് ആയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം. ശ്രീകുണൻ ചേട്ടാ അത് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഒന്ന് മനസ്സിലെടുക്കുക. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ. യശേ സർ, നല്ല ഐശ്വര്യമുള്ള പാട്ട്. യശ് നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ കയറി അത് എന്താ പറയുക, കുറച്ചും കൂടെ അറിയുമ്പോഴാണ് എല്ലാം അങ്ങനല്ലേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു എന്താ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഈ സഞ്ചാരിണി പാടുമ്പം തന്നെ അതിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് യഷിന് കൃത്യമായിട്ട് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്, അല്ലാതെ അത് തെറ്റൊന്നുമല്ല. ആ സഞ്ചാരിണി ഒന്ന് പാടാമോ? ഇപ്പം അണ്ണൻ പാടിച്ചില്ലേ? സാമജ സഞ്ചാരിണി ആ തൊടുന്ന അത് തെറ്റൊന്നുമല്ല. സഞ്ചാരിണി നൈസ് നൈസ്. അത് തെറ്റല്ല, കുറച്ചും കൂടെ പ്രസൻസ് ഉണ്ടാവും അത് കേൾക്കുമ്പോൾ കേട്ടോ. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പാടുമ്പോൾ അത് കുറേ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അത് അണ്ണൻ അതിനാണ് യശിനെ കൊണ്ട് പാടിപ്പിച്ചത് കേട്ടോ, പാടിപ്പിച്ചത്. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഈ അധരം മധുരം അതൊന്ന് പാടാമോ? അധരം മധുരം മകരം. അധരം നല്ലാതെ അതിന് കുറച്ചും കൂടെ ഒരു ഗും വരട്ടെ. അധരം മധുരം അധരം മധുരം മകരന്ദഭരം മകരന്ദഭരിണി മകരന്ദ അത് കേക്കട്ടെ. മകരന്ദ അത് ലൈറ്റ് ആയിട്ടല്ല, അത് കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് കേക്കട്ടെ. കറക്റ്റ് എന്നാ പാടൂ. മകരന്ദഭരം അത് കേൾപ്പിക്കണം കേട്ടോ, അപ്പോഴ അതിനൊരു കുറച്ചും കൂടെ ഒരു സുഖം കിട്ടും. പിന്നെ വേറൊന്നുമില്ല, അതൊരു നല്ല പാട്ട്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളെപ്പോഴും യശ് വന്ന് നിൽക്കുമ്പോൾ യഷിൻ്റെ ഓരോ പെർഫോമൻസിലും ഒരു ബ്രില്യൻസ് ഉണ്ടാകും. ആ ബ്രില്യൻസ് ഈ ഒരു ഷെഡ്യൂളിൽ നമുക്ക് അങ്ങോട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല.
ഈ മുങ്ങിത്തപ്പുമ്പോഴാണ് മുത്ത് കിട്ടുന്നത്. അങ്ങനെ മുങ്ങിത്തപ്പണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി യശേ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി യശ് നല്ല സുന്ദരനായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. അല്ലേ ശിവാനി? കറക്റ്റ് അല്ലേ? പിന്നെ യശ് നല്ല സോങ് സെലക്ഷൻ കേട്ടോ. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ക്രിയേറ്റേഴ്സിൻ്റെ ഒരു മാജിക് ശരിക്കും വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു പാട്ട്. യഷിൻ്റെ സെലക്ഷൻസ് പൊതുവേ എല്ലാം ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. ഐ തിങ്ക് യഷ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കർണാട്ടിക് ബേസ് ഉള്ള ഒരു പാട്ട് എടുത്ത് കൊണ്ടുവരുന്നത്. കാരണം ഇതിന് മുന്നേ പാടിയതിലെല്ലാം ഒരു ഹിന്ദുസ്ഥാനി ഛായ ഉണ്ടായിരുന്നു. എനിക്കിതിൽ യഷ് പാടുമ്പോഴൊക്കെ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിച്ച ഒരാൾ സാമജ സഞ്ചാരിണി പാടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് അതിൻ്റെ ഒരു ബ്യൂട്ടിയുണ്ട്, ആ ഒരു വോയിസിൻ്റെ ഒരു ഒഴുക്കുണ്ട്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ കേൾക്കാനൊക്കെ. പക്ഷേ ഇതിനകത്ത് ആ ക്ലാസിക്കൽ കർണാട്ടിക്കിൻ്റെ എലിമെൻറ്റ്സ് ചിലത് വരാനുണ്ട്. അപ്പം അത് വരണമെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആവശ്യമാണ്. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടുകളാകുമ്പോൾ നമുക്കതൊരു ലൈറ്റ് രീതിയിൽ പാടിപ്പോകാം. പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ, ചില പ്രയോഗങ്ങളുണ്ട് അതിൽ. അത് വരുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. അത് മോന് നന്നായി പാടിയില്ല എന്നല്ല, യു സിംഗിങ് വെൽ. യശ് അത് പാടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു വെയിറ്റേജ് ഉണ്ട്, ഒരു സംഗതിക്ക് കൊടുക്കേണ്ട ഒരു ഗെയിൻ ഉണ്ട്. അത് വരുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കത് ഇത് ക്ലാസിക്കലിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലും കൂടെ വരുന്നത്. അതർവൈസ് നന്നായി പാടിയിരുന്നു. ഇതിനകത്ത് ചില സസ്റ്റെയിൻ നോട്ട്സൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രുതി ചേരായിക വന്നതെന്നുള്ളത് ഞാൻ ഷാൻ പറഞ്ഞ അതേ അഭിപ്രായമാണ്. എനിക്ക് കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് എന്നറിയില്ല. മേ ബി ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ് എടുത്തു കൊണ്ടുവന്നതുകൊണ്ടാണോ, ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല. ആ അധരം മധുരം അവിടെയൊക്കെ പാടുമ്പോൾ കുറച്ചുകൂടി ആ ക്ലാസിക്കലിൻ്റെ ഒരു ഫ്ലേവർ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് മാത്രമാണ് അതിൽ മിസ്സിങ് ആയിട്ട് തോന്നി. അല്ലാതെ യു സാങ് വെൽ. നല്ലൊരു സിംഗറാണ്. പാടുമ്പോൾ നല്ല ഫീലോട് കൂടിയാണ് പാടുന്നത്, അനായാസമായിട്ട് പാടുന്നുണ്ട്. എനിവേ ഇതൊരു പുതിയൊരു അറ്റംപ്റ്റാണ് യഷിനെ സംബന്ധിച്ചിടത്തോളം. യഷ് ഇതുവരെ കൊണ്ടുവന്നതൊക്കെ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടുകളും. എന്തായാലും ഗുഡ് അറ്റംപ്റ്റ്. ഇങ്ങനത്തെ ഒരു പാട്ട് എടുത്തു കൊണ്ടുവന്നല്ലോ, ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും യു ക്യാൻ ഡു വെൽ. കുറച്ചുകൂടി കേൾക്കും തോറും ഭംഗി ആയിക്കൊണ്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, മാർക്സ് വെക്കാം. ഓക്കെ, എം ജി സർ 8.8. ഷാനിക 8.9. താങ്ക് യു സർ. ചേച്ചി യശേ 8.9. താങ്ക് യു സർ. ഓക്കെ സർ, ടോട്ടൽ 26.6. താങ്ക് യു. പോരാട്ടാ, കഴിഞ്ഞ റൗണ്ടും ഈ റൗണ്ടും ഒക്കെ ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.